ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയൊരു ഡെസ്ക്ടോപ്പ് സെറ്റപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ലെവൽ 1 ആയിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും, ഇത് ആപ്പിളിൻ്റെ iMac 27 ഇഞ്ച് വരുന്ന 2019 മോഡൽ വരുന്ന ഒരു സിസ്റ്റമാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഒരു 2019 മോഡൽ സിസ്റ്റം ചൂസ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ iMac തന്നെ ആപ്പിളിൻ്റെ iMac തന്നെ വേണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരുവിധ എല്ലാ ഡിവൈസസും ആപ്പിളാണ്. അപ്പോൾ എല്ലാം ആപ്പിളിൻ്റെ ഒരു എക്കോസിസ്റ്റം കണക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്പിളിൻ്റെ സിസ്റ്റം തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു 2019 മോഡൽ എടുക്കാറുള്ള കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് M1 സീരീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ M1 സീരീസിൽ ഫസ്റ്റ് ഓഫ് ഓൾ 24 ഇഞ്ച് മാത്രമേ സൈസ് വരുന്നുള്ളൂ. പക്ഷേ ഇത് 27 ഇഞ്ച് 5K റെറ്റിന ഡിസ്പ്ലേ വരുന്ന മോഡലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലിൽ 24 ഇഞ്ച് വരെ വരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം, ലേറ്റസ്റ്റ് മോഡലിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു മോഡലിൻ്റെ ഡിസൈനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് M1 പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ macOS മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു 2012 to 2020 വരെ വരുന്ന ഈ ഒരു മാക്കിനൊക്കെ ഇൻറ്റൽ പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റൽ പ്രോസസ്സർ ആകുമ്പോൾ തന്നെ നമുക്ക് macOSും പ്ലസ് വിൻഡോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിൻഡോസ് ഇതിൽ നമുക്ക് ബൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ macOSൽ നമുക്ക് ഗെയിമിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിൻഡോസ് ബൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസിൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തത്. പിന്നെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്, കാണാം 27 ഇഞ്ച് നല്ല 5K അടിപൊളി ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അടിപൊളി സൗണ്ടാണ്. സൗണ്ടൊക്കെ ഞാൻ ജസ്റ്റ് കേൾപ്പിച്ച് തരാം. നമുക്ക് വേറൊരു എക്സ്റ്റേണൽ സ്പീക്കർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ളി ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ റിവോൾവിംഗ് ചെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മൾ എക്കോ എന്ന ബ്രാൻഡിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിവോൾവിംഗ് ചെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ബാക്ക് സപ്പോർട്ട് അതുപോലെ തന്നെ നല്ല നെക്ക് സപ്പോർട്ടൊക്കെ കിട്ടുന്ന ചെയറാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസ് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. ഇരിക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. കണ്ടോ, നല്ല ബാക്ക് സപ്പോർട്ട് അതുപോലെ തന്നെ കറക്റ്റ് നെക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. നമുക്കിത് ഫ്രണ്ടിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പിന്നെ അതിനൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ഒരു ലോക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈ ബാക്കിൽ നമുക്ക് ബാക്കിലോട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രക്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കാൽമക്കാലൊക്കെ കയറ്റി വെച്ചിരുന്നിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ നമുക്ക് ഹൈഡ്രോളിക് വരുന്നതുകൊണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് ഇത്രയും ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇത്രയും ലോവർ ചെയ്യാനും പറ്റും. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ കമ്പ്യൂട്ടർ ടേബിളാണ്. ബോർഡിൽ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു കളറിൽ വരുന്ന ഒരു ടേബിളാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുഡ് റെസ്റ്റ്, പിന്നെ ഇവിടെ ഒരു സ്പേസ്, പിന്നെ CPU UPSനുള്ളൊരു സ്പേസ്, കീബോർഡ് മൗസ് വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ടുള്ള ഒരു നോർമൽ ടേബിളാണ്. അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊന്നും അല്ലാത്ത ഒരു നോർമൽ കമ്പ്യൂട്ടർ ടേബിളാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം നമ്മൾ UPSനെ കുറിച്ചാണ്. ഇത് ആർട്ടിസ് എന്ന ബ്രാൻഡിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു UPS ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടാൽ മനസ്സിലാവും, നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ ആണ്. ഇത് ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലോഡ്, അതുപോലെ തന്നെ 100% ബാറ്ററി, എല്ലാ ഇൻഫർമേഷനും നമുക്ക് ടച്ച് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ബാക്കപ്പ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു UPS ആണ്. ഇതിൽ നമുക്കിവിടെ പവർ ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സിസ്റ്റം ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റം ഓൺ ആവും. അപ്പോൾ നമ്മളെ സിസ്റ്റം ഓണായി വന്നിട്ടുണ്ട്. സിസ്റ്റം കാണിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ടേബിളിലുള്ള ബാക്കി ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു 2 ടോയ്സ് വെച്ചിട്ടുണ്ട്. ഒരു ട്രക്കും പിന്നെ ഒരു വുഡ് കട്ടറും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ iPad mini ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മളെ 20,000 mAh വരുന്ന ബെൽക്കിൻ എന്ന ബ്രാൻഡിൻ്റെ പവർ ബാങ്ക് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കീബോർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ മാജിക് കീബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിത്ത് ന്യൂമറിക്കോട് കൂടിയിട്ട് വരുന്ന ആപ്പിളിൻ്റെ മാജിക് കീബോർഡാണ്. ട്രൂലി വയർലെസ് ആണ്. നല്ല ബട്ടൺസൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കീബോർഡാണ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ മാജിക് മൗസ് ആണ്. നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് അതിൻ്റെ വരുന്നത്. പിന്നെ ഡിസൈൻ നല്ല രസമുള്ളൊരു ഡിസൈനാണ്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല ടച്ച്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ നമ്മുടെ ഡെസ്ക് മാറ്റാണ്. കോസ്റ്റർ മാറ്റർ എന്ന ബ്രാൻഡിൻ്റെ ഒരു വലിയ ഡെസ്ക് മാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും ലെങ്ത്തുള്ളൊരു ഡെസ്ക് മാറ്റാണ്. നല്ലൊരു ലെതർ ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന നല്ലൊരു
ക്ലോത്താണ് വരുന്നത്. പിന്നെ നമുക്ക് നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്ന കോസ്റ്റർ മാറ്ററിൻ്റെ നല്ലൊരു ഡെസ്ക് മാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻ്റലിജൻസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ഗ്ലാസ് കാണാം. കണ്ടോ, ഇതാണ് നമ്മളെ ഗ്ലാസ് വരുന്നത്. ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ഗ്ലാസ്സാണ്. അതായത് നമ്മളെ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ഗ്ലാസ്സാണ്. നമ്മൾ കൂടുതലായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ബ്ലൂ ലൈറ്റിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ഗ്ലാസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഈ ഒരു കപ്പ് കണ്ടോ, ഈ കപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം വാങ്ങിയ ഷോപ്പിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ് ഈ ഒരു കപ്പ്. ഈ ഷോപ്പിൻ്റെ പേര് FAO എന്നാണ്, അതായത് ഫൈൻഡ് ആപ്പിൾ ഓൺലൈൻ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇവർ കൂടുതലായിട്ട് iMac അതുപോലെ തന്നെ iPad അതുപോലെ തന്നെ മാക് ബുക്സാണ് ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവർ യൂസ്ഡും ഫ്രഷും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും iMacോ മാക് ബുക്കോ ഒക്കെ ആവശ്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ബെസ്റ്റ് പ്രൈസിന് നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നതാണ്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ 2 പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല കേട്ടോ, ഒറിജിനലാണ് സംഭവം. കണ്ടോ, ഒറിജിനൽ പ്ലാന്റ്സ് തന്നെയാണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമ്മൾ നല്ല ചൈനീസ് ക്ലേ ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രഷ്നെസ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാക് ബുക്ക് M1 ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൂളിംഗ് പാഡ്മേലാണ് ഇത് വെച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു സാധനം നന്നായിട്ട് ഹീറ്റാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രോൻ്റെ ഈ ഒരു കൂളിംഗ് പാഡ്മേലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് അതിൽ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചൂടായിട്ടുള്ള കോഫി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മാറ്റിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡ്രോയർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇയർഫോൺസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ USB കേബിളാണ്. നമ്മളെ മാജിക് മൗസും കീബോർഡും ചാർജ് ചെയ്യാനുള്ള കേബിൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് മാക്കിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ കാൽക്കുലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വൈപ്പിംഗ് ക്ലോത്ത് ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ ഈ ഒരു ക്ലോത്താണ് യൂസ് ചെയ്യൽ. ഇത് ആപ്പിളിൻ്റെ പോളിഷിംഗ് ക്ലോത്താണ്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ആപ്പിളിൻ്റെ പോളിഷിംഗ് ക്ലോത്ത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ക്ലീൻ ചെയ്യൽ. കാരണം ഇതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി കാര്യങ്ങളുണ്ടെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ, കണ്ടോ, ഒരു ആപ്പിളിൻ്റെ ലോഗോ. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ നോക്കി നിങ്ങൾ, നല്ല ക്ലീനായിട്ട് നമുക്ക് ഡിവൈസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല ഒരു മെറ്റീരിയലുള്ള നല്ല ഡസ്റ്റൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാ ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യണം. നല്ലൊരു ക്ലോത്താണ് ആപ്പിളിൻ്റെ ഈ ഒരു പോളിഷിംഗ് ക്ലോത്ത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റാക്കിൽ വരുന്നത്. പിന്നെ ഇതാണ് നമ്മളെ ഹാർഡ് ഡിസ്ക് വരുന്നത്. ഇതാണ് ഈ മാക്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ഹാർഡ് ഡിസ്ക്കാണിത്. 1 TBൻ്റെ ഹാർഡ് ഡിസ്ക്കാണിത്. കണ്ടോ, 1 TB HDD. ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നായിരുന്നു. ഇത് നമ്മൾ മാറ്റിയിട്ട് ഇതിപ്പോൾ SSD ആക്കിയിട്ടുണ്ട്. കാരണം ഹാർഡ് ഡിസ്ക് ഭയങ്കര സ്ലോ ആണ്. ഇതുണ്ടായിരുന്ന സമയത്ത് ഏകദേശം 3.5 മിനിറ്റ് എടുക്കുമായിരുന്നു ഇത് ബൂട്ടാവാൻ. പക്ഷേ ഇത് മാറ്റി നമ്മൾ SSD ആക്കിയപ്പോൾ ജസ്റ്റ് ഒരു 10 to 15 സെക്കൻഡ്സ് കൊണ്ട് ബൂട്ടായിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു മാക്കിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞത് 1 TB SSD, 32 GB RAM, 4 GB ഗ്രാഫിക്സ് ആണ് ഇപ്പോൾ നിലവിലെ സ്പെക്ക് എന്ന് പറഞ്ഞത്. നമുക്ക് എത്ര സമയം കൊണ്ട് ബൂട്ടാവും നോക്കാം. നേരത്തെ ഹാർഡ് ഡിസ്ക് ഇരുന്നപ്പോൾ 3.5 മിനിറ്റ് എടുത്തിരുന്ന മാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര സമയം കൊണ്ട് ഇത് ബൂട്ടായി വരുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബൂട്ടായി വരുന്നുണ്ട്. ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, കണ്ടോ, 20 സെക്കൻഡിനുള്ളിൽ 16 സെക്കൻഡ് കൊണ്ട് നമ്മളെ ഇത് ബൂട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാസ്വേഡ് അടിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ, 17-20 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇത് റെഡി ടു യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട് മാക്ക്. 27 ഇഞ്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മൂവീസ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൗണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ അത് ആദ്യം വാങ്ങിയപ്പോൾ എക്സ്റ്റേണൽ സ്പീക്കർ വെക്കേണ്ടി വരുന്ന വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേട്ടപ്പോൾ ഒരു സ്പീക്കറിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഇൻബിൽട്ട് സ്പീക്കർ തന്നെ അപാര സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിക്കിൻ്റെ ആപ്പിലിട്ടാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഏതെങ്കിലും നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഇടാം. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഉണ്ട് ഫുൾ ഡിസ്പ്ലേയിൽ യൂട്യൂബ്. അതുപോലെ തന്നെ നമ്മൾ നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആണ്. നെറ്റ് സ്ലോ ആയതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. നമുക്കിപ്പോൾ ഈ ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഇടുകയാണെങ്കിൽ നമുക്കൊന്ന് ഫുൾ സ്ക്രീനിൽ ഇട്ട് നോക്കാം. സ്പീക്കറിൽ നമ്മൾ ക്യാമറയിൽ കേൾക്കുമ്പോൾ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് നേരിട്ട് കേൾക്കുമ്പോൾ അടിപൊളി സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സിസ്റ്റം വരുന്നത്.
നമ്മളെ എഡിറ്റിംഗ് സൂട്ടൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, ഫോട്ടോഷോപ്പ് ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ചെറിയൊരു ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് അതുപോലെ തന്നെ ഫ്രെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്